അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് എണീറ്റപ്പോൾ തന്നെ ഫോണൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങാറ് കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ എണീറ്റപ്പോൾ ഞാനെന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ്. ഞാനിപ്പോൾ ഇതൊരു മിനി വ്ളോഗ് ആയിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. ഒച്ച ഒരു ഹായ് തന്നെ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് കേട്ടില്ല. ആ സൺഡേ ഞാൻ എണീറ്റ് വരുമ്പോൾ 8 മണി എന്തായാലും കഴിയും. 8 മണിക്ക് മുന്നേ ഞാൻ എന്തായാലും എണീക്കില്ല. ചേട്ടൻ എണീറ്റിട്ടേ ഉണ്ടാവില്ല, അവിടെ ഫോണിൽ കളിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അമ്മ പുറത്തായിരുന്നു, അമ്മനെ വിളിച്ച് വരുത്തി ഗുഡ് മോർണിംഗ് പറയിച്ചു. പക്ഷേ പുറത്ത് ഒച്ചപ്പാട് കാരണം ക്ലിയർ ആയില്ല, അതുകൊണ്ട് ഞാൻ അത് വോയിസ് ആഡ് ചെയ്തു. ഞാൻ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിട്ടോ ഗൈസ്. മുറ്റമൊക്കെ അടിച്ച് നമുക്ക് അടുക്കളയിലോട്ട് പോകാം. സമയം നോക്ക്, 8 മണിക്ക് എണീറ്റ് 9 മണിയായി. ഇതാണ് അടുക്കളയിൽ വരുമ്പോഴുള്ള കാഴ്ച. ഞായറാഴ്ച ഞങ്ങൾ 4 പേരും അടുക്കളയിൽ ഉണ്ടാവും. ചായക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 4 പേരും ഇങ്ങനെ അടുക്കളയിൽ തങ്ങിയിരിക്കും. അപ്പം അമ്മ, ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മയുടെ ചായ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇടിയപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കണത്. ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ 4 പേരിങ്ങനെ ഇരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും അല്ലാത്ത തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും എല്ലാവരും പല സമയത്താണ് ജോലിക്ക് പോണത്. ഒരുമിച്ച് ഇങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരിക്കും എപ്പോഴും. ഞങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങളും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയും ചെയ്യും, ചായയും കുടിക്കും. ഒരു ക്വാളിറ്റി ടൈം കാലത്ത് സ്പെൻഡ് ചെയ്യും ഫാമിലിയുടെ ഒപ്പം. അമ്മ അപ്പം അലക്കാനൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അലക്കാം. വെള്ളമൊക്കെ പിടിക്കണം ഇനി ഊരാനായിട്ട്. എനിക്കിവിടെ 2 കുഞ്ഞു ചെടികളുണ്ട് കേട്ടോ. വെള്ള എന്തെന്നാണ് ഇതിനെന്താ പറയുക, ജമന്തിയോ വെന്തി അല്ല ജമന്തിയാണല്ലേ. വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. മഞ്ഞ ഇവിടെ പറഞ്ഞാൽ മുട്ട് വന്നിട്ടുള്ളൂ. വിരിഞ്ഞത് ഒരെണ്ണം കാണണം കണ്ടാ. നല്ല മഞ്ഞയാണ്. മഞ്ഞയുടെ ഒരു ചുമപ്പ ഷെയ്ഡ് ആണുള്ളത്. കുറേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകണോണ്ടേ നോക്കാനായിട്ട് നേരം കിട്ടണില്ല. അപ്പം അങ്ങനെ എല്ലാം നശിച്ചതാണ്. ഇവിടെ 2 റോസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട്, ഇതൊക്കെ ഇപ്പം കിളുത്ത് വരുന്നുള്ളൂ. ഇതൊക്കെ മൊത്തം പോയതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോൾ അതിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് ഇപ്പം ഇത്രയ്ക്ക് ഇങ്ങനെ പുതിയത് വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ കണ്ടാൽ പുതിയത് ഇത് മൊത്തത്തിൽ നശിച്ചുപോയതാണ്. ഞാനിപ്പോൾ വീണ്ടും നന്നാക്കിയൊക്കെ എടുത്തേക്കാണ്. ഒരു ഞായറാഴ്ച ദിവസം കിട്ടുമ്പോൾ ഇതൊക്കെ നന്നാക്കും. മുളകും തൈ ഉണ്ട്, ചെറിയ മുളകും തൈ ഉണ്ട്, കുഞ്ഞു മുളകും തൈയാണ്. ആ ചെറുതിൽ തന്നെ ഇത് കായൊക്കെ വന്നിട്ടുണ്ട്. കായല്ല, മുളക് ഉണ്ടായിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂവൊക്കെ ഉണ്ട്. ഇത് ഇപ്പുറത്തൊരു മുളകും തൈ ഉണ്ട്, അതിനകത്ത് മുട്ടൊക്കെ ഉണ്ട്. മുട്ടല്ലല്ല, പൂവുണ്ട്. ഇതിവിടെ ഒരു കുഞ്ഞു തോരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഉണ്ട് ഒരു ചെറുത്. ഇങ്ങനെ ഇടയിലൊരു ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. തക്കാളി ഉണ്ടായിട്ട് പറിച്ച് കളഞ്ഞു. ഞങ്ങൾ തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞു. വെള്ളമൊക്കെ നിറച്ച് ഇനി അലക്കിയിട്ട് വരാം. ടാറ്റാ. ഞാൻ അലക്കിക്കൊണ്ട് നിന്നപ്പോൾ മേളിൽ നിന്ന് ഒരാൾ വർത്താനം കേട്ട് നോക്കിയതാണ്. വേപ്പില പറിക്കാൻ കയറിയേക്കട്. വേപ്പില പറിച്ച് കയറി തന്നെയാണ്. ഇനി നമ്മുടെ വീടിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഞാൻ വേറെ വ്ളോഗൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നത്. ഇതാണ് ഒരു കാപ്പി കളറിലെ ഇല. കണ്ട റംബൂട്ടാനാന്ന് വിചാരിക്കാം, റംബൂട്ടാനല്ല. ഇതൊരു കാപ്പി കളറിലെ തോടൊലിച്ച് തിന്നണ ഒരു പഴമാണ്. പിന്നെ ഒരു കപ്പങ്ങമരം ഉണ്ട്. ഇതിവിടെ ഒരു മാങ്ങാമരം ഉണ്ട്, മാവ് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതെന്താ, കിഴങ്ങാണെന്ന് തോന്നണേ, കുഞ്ഞിക്കിഴങ്ങ്. ഇത് കിഴങ്ങാണെന്ന് തോന്നണേ, എനിക്കറിയില്ല. പിന്നെ വാഴ, പേരക്ക, ഇതെല്ലാം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ കൃഷിയാണ്. എൻ്റെ അച്ഛനെല്ലാം നട്ടേ. ഇതാണ് റംബൂട്ടാൻ കേട്ടോ. ഇതാണ് റംബൂട്ടാൻ മരം. അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട്. ഇതെനിക്ക് 2-3 വർഷമായി. ഇതുവരെ ഒരു കായ ഉണ്ടായിട്ടില്ല, ഒരു പൂവലും ഉണ്ടായിട്ടില്ല. എത്ര വർഷം എടുക്കുമെന്നാവും ഇത് കായ്ക്കാനായിട്ട്. പിന്നെ ഒരു ചക്കയുണ്ട്. ചക്ക മൊത്തം പോയായിരുന്നു. മറ്റേ മഞ്ഞക്കൊന്ന് മൊത്തം പോയതാണ്. ഇപ്പോൾ വീണ്ടും കിളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് താഴെയിലൊക്കെ നല്ലോണം കിളിപ്പ് വന്നിട്ടുണ്ട്. ഇതൊരു ചക്ക, മുള്ളുള്ള ചക്ക. ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഈ ചക്കയൊക്കെ. ഞാനപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ മേളിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ വീട്ടിലുള്ള ചെടികളല്ലല്ലോ, ഇത് പഴങ്ങൾ. കഴിഞ്ഞ അടുക്കളയിൽ വന്നപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടില്ല, തിളക്കണേ. എന്താണമ്മ വെക്കണ? പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനണ സമയമായിട്ടുണ്ട് ഉച്ചക്ക്. അങ്ങനെ ചോറിനാണ് ചിക്കൻ കറിയും ചോറുമാണ്. അത് സൺഡേ എത്ര വേഗം ഒന്നറിയോ, പെട്ടെന്നാണ് സൺഡേ തീരണത്. ചിക്കൻ കറിയും ചോറും ഉച്ചക്കത്തെ സ്പെഷ്യൽ. ചോറൊക്കെ തിന്നതിന് വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്കിത് ചായ ഉണ്ടാക്കാം. വൈകുന്നേരം ആയപ്പം എന്തോ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തോ ക്രീമാണ്.
അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ ഉണ്ടാക്കി വന്നത് ഇതാണ്. ചപ്പാത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം കൂടി ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പച്ചക്കറികളും അതുപോലെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീമും കൂടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തേക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഉണ്ടാക്കണത്. ചായ കുടിക്കുമ്പോൾ എപ്പോഴും ചായ കുടിക്കുമ്പോൾ എറാത്ത് വന്നിരുന്ന് കുടിക്കണം. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നത് കണ്ടിട്ട് വേണം ചായ കുടിക്കാൻ, അതൊരു വൈബാണ്. ഇത് എന്ത് സ്നാക്സ് ആണെന്ന് അറിയില്ല കേട്ടോ, പേരൊക്കെ ഒന്നുമില്ല, പേര് നമുക്ക് ഇടാൻ വേണമെങ്കിൽ മിനി സാൻഡ്വിച്ച് എന്നാക്കാം, റോളോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിനി വ്ലോഗ് ഈ ഒരു വൈകുന്നേരത്തെ ചായ കുടിയിൽ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ.